എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആയുർവേദിക് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലത്തെ ഒരു സൂപ്പർബായിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്നറിയോ, നമ്മുടെ ആയുർവേദ ഓയിൽ സ്കിൻ ബ്രൈറ്റ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. 2 ഇൻഗ്രീഡിയന്റ് ആണ്, അതും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആയുർവേദത്തിൽ ഏറ്റവും റിസൾട്ട് ഉള്ള നമുക്ക് ഓയിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി ബ്രൈറ്റനിങ് ലൈറ്റനിങ് ആവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നല്ല അടിപൊളി റിസൾട്ട് ആണ്. നമ്മളൊരു 1 വീക്കിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. നമ്മൾ മുൻപ് ഒരു 0 പോസ്റ്റ് ഗ്ലൂട്ടാത്തിയോൺ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതിൽ കുറെ പേർക്ക് ഓറഞ്ച് പീൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്, നമ്മുടെ അങ്ങാടിക്കടയിൽ എപ്പോഴും കിട്ടും. അപ്പൊ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും പെട്ടെന്ന് നോക്കിയിട്ട് വരാം. സാധാരണ എണ്ണ പോലെയല്ല, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള എണ്ണയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ എണ്ണ നിങ്ങൾ അധികം പ്രിപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിൽ നമുക്ക് 2 ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത്. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് കോലരക്കാണ്. നമുക്ക് ഏത് ടൈപ്പ് കോലരക്ക് വേണമെങ്കിലും എടുക്കാം. കോലരക്ക് 3 തരക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ്, പിന്നെ ബ്രൗൺ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോലരക്കാണോ കിട്ടുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി അത് എടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മൾ 2 ഇൻഗ്രീഡിയന്റ് സെയിം അളവ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കോലരക്ക് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇനി നോക്കണം. അടുത്ത ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ വരട്ട് മഞ്ഞളാണ്. വരട്ട് മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും, കോലരക്കും കിട്ടും കേട്ടോ. ഇത് രണ്ടും നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും സ്കിന്നിൽ നമുക്ക് എന്തെങ്കിലും മാർക്കോ, നമുക്ക് എന്തെങ്കിലും കൊതുകടിച്ചിട്ടോ, നമ്മുടെ എന്തെങ്കിലും സ്ക്രാച്ച് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർക്കുണ്ടെങ്കിൽ നന്നായിട്ട് മാറി നമുക്ക് നന്നായിട്ട് ടാനൊക്കെ മാറി ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ തലേന്ന് ഇത് രണ്ടും സെയിം അളവ് എടുത്തിട്ട് നമ്മൾ കുറേ അധികം വെള്ളത്തിലല്ല, ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമ്മൾ ഇതിനൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ മഞ്ചിഷ്ടക്കോലില്ലേ അതെടുക്കാം, സെയിം അളവ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ബോഡിയിലൊക്കെ നിറയെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ജീരകം കൂടി ആഡ് ചെയ്യാം. ജീരകം ഇതിന്റെ പകുതി എടുക്കാം കേട്ടോ, അതായത് നമ്മുടെ ചെറുജീരകം. അത് ഭയങ്കര നല്ലതാ. ഇത് നമ്മുടെ ലാക്ഷാതി കേരതൈലത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് സ്കിന്നിലൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന, തലയിലും സ്കിന്നിലൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന എണ്ണയാണ്. അതിലൊക്കെ ഭയങ്കര നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് കോലരക്കിന്റെ എണ്ണ. അപ്പോൾ ഈ ഒരു കോലരക്ക് നമ്മുടെ സ്കിന്നിലെ ഇഷ്യൂസ് ഒക്കെ മാറ്റി സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ടോട്ടലായിട്ട് നമുക്ക് ഒരു കോംപ്ലക്ഷൻ വർദ്ധിക്കാനാണ്, ഭയങ്കര വെളുത്ത് പാറാനല്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഇതിനെ എടുത്തിട്ട്, ഈ വെള്ളടക്കനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇത് അരയ്ക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം കോലരക്ക് അധികം കുതിരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കോലരക്ക് ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം വറ്റിച്ച് അതിൽ എണ്ണ ഒഴിച്ച് കാച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് കോലരക്ക് മിക്സിയിൽ അരച്ചിട്ട്, അപ്പൊ നമുക്ക് എണ്ണ ഉണ്ടാക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിത് അരച്ചിട്ടുണ്ട്. അപ്പൊ നന്നായി അരയൊന്നും വേണ്ട, നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് അരയും, കാരണം മഞ്ഞൾ നന്നായിട്ട് സോക്കാവും. പക്ഷെ കോലരക്ക് ഇങ്ങനത്തെ എതിരായിട്ട് കിടക്കും, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മളിവിടെ കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ഒരു അരച്ച മിക്സ്, അപ്പൊ കണ്ടില്ലേ വെള്ളം ഇല്ല, വെള്ളം ആവശ്യത്തിന് ഒഴിക്കാൻ പാടുള്ള, കുറേ അധികം വെള്ളത്തിൽ ഇത് ഇട്ട് വയ്ക്കരുത്, സോക്ക് ചെയ്യണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 300 ml ആണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അതായത് ടോട്ടൽ നമുക്ക് രണ്ടും കൂടി 200 ഗ്രാം ഉണ്ടാവും. 100 ഗ്രാം എന്താ പറയാ കോലരക്കും, 100 ഗ്രാം നമ്മുടെ മഞ്ഞളും, അതായത് വരട്ടുമഞ്ഞൾ തന്നെ വേണം കേട്ടോ. അപ്പൊ നമ്മൾ ജെൻസിനൊക്കെയാണ്, ഇപ്പൊ ആൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മഞ്ഞൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മഞ്ഞൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ ചിലർക്ക് അത് ഭയങ്കര പ്രശ്നമാവും. ഇനിയിപ്പോ ഹെയർ വന്നില്ലെങ്കിലോ എന്നുള്ള പേടിക്കുള്ളവർക്ക് നിങ്ങൾക്ക് മഞ്ചിഷ്ടം എടുക്കാം. പ്ലസ് നമുക്ക് ബോഡിയിൽ ആക്നേസും നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച്, അതായത് ഒരു 50 ഗ്രാം ജീരകം, ചെറുജീരകം, നമ്മൾ അവിയലിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുജീരകം ഇല്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലെ അരച്ച് നമ്മൾ ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് നമ്മൾ കാച്ചാൻ വെക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറയാ കുറച്ച് കൂടിയ തീയിൽ വെച്ചിട്ട് തള വരുമ്പോൾ തീ കുറച്ച് വെക്കാം. അങ്ങനെ വറ്റിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ല ആ എണ്ണയുടെ ഒരു റൗണ്ട് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം കുറച്ചൊരു ബലം പിടിച്ചിരിക്കും, ഇങ്ങനെ ഇളക്കാനൊക്കെ ഒത്തിരി പാടായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മൂത്ത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇളക്കാൻ പറ്റും. കണ്ടില്ല എണ്ണയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ തെളിഞ്ഞു വരും. അപ്പൊ ഏകദേശം പാകമായി എന്നർത്ഥം. നിങ്ങൾക്ക് എണ്ണ വറ്റിയിട്ടുള്ള റൗണ്ട് ആ ഒരു ഷെയ്ഡ് കണ്ടാൽ അറിയാൻ പറ്റും. 2 സ്റ്റെപ്പായിട്ട് നിൽക്കണുണ്ടോ, എണ്ണയും അതിന്റെ മുകളിലത്തെ ലെയറും. അപ്പൊ എണ്ണ അങ്ങനെ അത്യാവശ്യം വറ്റി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല യെല്ലോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞൾ നിങ്ങൾക്ക് ഭയങ്കര യെല്ലോ, അതായത് മഞ്ഞ കളർക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ അളവ് കുറയ്ക്കാം. പക്ഷെ ഭയങ്കര നല്ലതാണ് നമ്മുടെ ബോഡിക്ക് മഞ്ഞൾ, ഒരുപാട് നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും അത് സ്യൂട്ട് ആവണമെന്നില്ല. ചിലർക്ക് മഞ്ഞൾ ഇടുമ്പോൾ പിമ്പിൾസ് വരും. ഫേസിൽ ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ബോഡിയിൽ എനിക്ക് മഞ്ഞൾ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ എടുത്തത്. പിന്നെ വീട്ടിലാണെങ്കിലും മഞ്ഞൾ എല്ലാവർക്കും ഓക്കെയാണ് ബോഡിയിൽ.
അപ്പൊ അതാണ്. പക്ഷെ നിങ്ങൾക്ക് മഞ്ഞൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നമ്മുടെ മഞ്ചിഷ്ടക്കോല് സെയിം അളവെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ്, അതായത് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ആവാനും സ്കിൻ കോംപ്ലക്ഷൻ ടാനൊക്കെ മാറി പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള എണ്ണ നമുക്ക് സെയിം അളവിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് നമ്മളൊരു തുണിയിൽ വേണം എപ്പോഴും അരിച്ചെടുക്കാനായിട്ട്, ഇങ്ങനെ എണ്ണ കാച്ചുമ്പോഴേ. കാരണം ചില എല്ലാ സത്തും അതിന്റെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ അരിപ്പയിലൊക്കെ അരിക്കുമ്പോൾ അതിനൊരു പരിധി ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിഴിമാതിരിട്ട നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതിന്റെ എല്ലാ ആ ഒരു എണ്ണയും നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിത് ഇവിടെ ഞാനിവിടെ ഒന്ന് കിഴിയാക്കി കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെള്ളം കണ്ടില്ലേ, വെള്ളം അല്ല വെളിച്ചെണ്ണ നോക്കിയിട്ടായിട്ട് വീഴും. അപ്പൊ ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് എണ്ണ വരും. എണ്ണ അല്ല നമ്മൾ സാധാരണ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തിരിക്കണെങ്കിലും ഇത് നമ്മൾ റെഡി ആക്കി വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ലെണ്ണയൊക്കെ എള്ളെണ്ണയൊക്കെ പോലെ നല്ല തിക്കായിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ എണ്ണ ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതേ നമ്മുടെ എണ്ണ ഇവിടെ പൊളിയായിട്ട് ചൂടക്കാറിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഞാനൊരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ആ ഒരു എണ്ണയുടെ പോലെയല്ല, നിങ്ങൾക്ക് കാണുന്നില്ലേ ഒരു ക്ലിയർ, അതായത് ഭയങ്കര ക്ലിയർ അല്ല, ഇങ്ങനെ ഒരു തിക്കായിട്ടിരിക്കുക. സാധാരണ എണ്ണ ഒരു ക്ലിയർ മാതിരിയല്ല ഇരിക്കും. ഇത് അങ്ങനെയല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഓയിൽ നമുക്ക് കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്കൊരു 1-2 വയസ്സ് തുടങ്ങിയിട്ടുള്ള പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം ഇതിൽ നമ്മൾ വരട്ട് മഞ്ഞൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞളുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഫുൾ ബോഡി ജെൻസിന് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഉള്ള, അതായത് മീശ, താടി, തല, അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ, ചിലർക്ക് നെഞ്ചിന്റെ അവിടെയൊക്കെ ഹെയർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതൊക്കെ അവിടെ തന്നെ നിൽക്കണം എന്നുള്ളവർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഭാഗം ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി കൈമയും കാലുമൊക്കെ തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, ജെൻസിന് യൂസ് ചെയ്യാം. അപ്പോ ഈ ഒരു ഓയില് നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു 1 മന്ത് ട്രൈ ചെയ്തിട്ട് എന്തായാലും പറയണം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ കുളിക്കാൻ പോണേക്കാൾ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മുൻപ്, എത്ര മണിക്കൂർ നമുക്ക് എത്ര നേരം വെക്കാൻ പറ്റണം അത്രയും നല്ലതാ. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ബാത്ത് പൗഡർ വെച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ. മഞ്ചിഷ്ടയാണ് ഇതിന് പകരം എടുക്കണമെന്നുണ്ടെങ്കിൽ എണ്ണയുടെ കളർ മാറും, റെഡ് ആവും. നമ്മൾ മഞ്ഞൾ എടുത്തുകൊണ്ടാണ് മഞ്ഞ കളർ. പിന്നെ നല്ല തിക്കായിട്ടുള്ള എണ്ണയാണ് നമുക്ക് കിട്ടാട്ടോ. അതായത് ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസ് ആയിരിക്കും, കുറച്ച് കട്ടിക്കുള്ള എണ്ണയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടാട്ടോ. മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ എണ്ണ തേക്കുന്ന മാതിരി എപ്പോഴും നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആയി പോവും, എണ്ണകൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊരു കുറച്ചു നേരം വെക്കുക. നമ്മൾ ഈ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല മഞ്ഞ കളർ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാത്ത് പൗഡർ യൂസ് ചെയ്തിട്ട് കഴുകിയ പൂവും ഞാൻ കാണിച്ചു തരാം. അതേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാത്ത് പൗഡർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ അത് വെച്ചിട്ടാണ് വാഷ് ചെയ്യണത്. നോർമലായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള ബാത്ത് പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ബാത്ത് പൗഡർ യൂസ് ചെയ്യണത്, കടൽമാവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബാത്ത് പൗഡർ ആണെങ്കിൽ മഞ്ഞ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ. നമുക്ക് അങ്ങനെ എന്താ പറയാ മഞ്ഞ കളർ ഉണ്ടാവില്ല. പിന്നെ സോപ്പ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നമുക്ക് ഷവർ ജെല്ലുകൾ യൂസ് ചെയ്യാം. സോപ്പ് ഒരിക്കലും ബോഡിയിലോ ഫേസിലോ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ മഞ്ഞൾ ഇത് എപ്പോഴും നല്ലത് ബാത്ത് പൗഡർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മളിത് വാഷ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം നമ്മുടെ ആ ഒരു കളർ പോവും. മഞ്ഞ കളർ നമ്മുടെ സ്കിന്നിൽ പിടിക്കില്ല കേട്ടോ. കണ്ടോ, മഞ്ഞ കളർ ഇല്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് ആ ഒരു ഉതിപ്പ് കിട്ടും നമ്മുടെ എന്താ പറയുക ഫുൾ ബോഡി നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മളൊരു 1 മന്ത് ഒരു 2 വീക്ക് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യണ ഓയില. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ 2 ഇൻഗ്രീഡിയന്റും നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഫുൾ ബോഡി ഇടാണ്ട് കൈമയും കാലുമയും മാത്രം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചിലർക്ക് മഞ്ഞൾ ബോഡിയിൽ പറ്റുമോ, എനിക്ക് ബോഡിയിൽ ഓക്കെയാണ്, ഫേസിൽ അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബോഡിയിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. മഞ്ഞൾ ഫേസിൽ കുരു വരും. അപ്പൊ അതുകൊണ്ട് ഇത് ഫേസിൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, ചിലർക്ക് കുരു വരും. അപ്പൊ അതുകൊണ്ട് ബോഡിയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കൈമയും കാലുമയും ഓക്കെ ആണെങ്കിൽ ഫുൾ ബോഡി ചെയ്യാം. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.